കുട്ടികളുണ്ട്. ആ വണ്ടി നല്ലോണം കുറച്ചും കൂടി 2-3 പ്രാവശ്യം കൂടി ബാക്കോട്ട് പോയാൽ വണ്ടി മറിയും. ഉമ്മാൻ്റെ പേടി മാറിയും, മറ്റും പേടിയുള്ള ആളാ. എൻ്റെ ഒക്കെ വരാനുള്ള ഉമ്മാൻ്റെ പേടി മാറി. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ കുറേ ആലോചിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഞാൻ ലൈസൻസ് എടുത്ത സമയം തൊട്ടേ എനിക്ക് വരുന്ന കമൻറ്റാണ്, നിങ്ങളെ ലൈസൻസ് എടുത്ത എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഡ്രൈവ് ചെയ്യാൻ പഠിച്ചതെന്ന് ചോദിച്ചിട്ട്. പക്ഷെങ്കിൽ ഞാൻ ആ സമയത്തെല്ലാം വീഡിയോ ചെയ്യാം, എങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്നെല്ലാം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്നെല്ലാം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ച്. അതിൻ്റെ കാര്യം എന്താണെന്നറിയാം, ഞാൻ വിചാരിച്ചിനി ഇപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ കാണുന്നവരിൽ കുറച്ചാളെങ്കിലും വിചാരിക്കൂലേ, ഇതിപ്പോൾ വലിയ കാര്യമൊന്നുമല്ലല്ലോ, എന്തിനാ ഇങ്ങനെ ഒരു വീഡിയോൻ്റെ ആവശ്യം, എല്ലാവരും ചെയ്യുന്നില്ലേ ഡ്രൈവിംഗ് എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ നെഗറ്റീവ് വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ അങ്ങനെ നീട്ടി കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയ സമയത്തും എപ്പോഴും ഞാൻ ഡ്രൈവ് ചെയ്യുന്ന കാണിക്കുമ്പോൾ എപ്പോഴും കുറേ കമൻസ് ഉണ്ടാവും. ഒന്ന് പറയോ, പേടിയാവുന്ന, ലൈസൻസ് എടുത്ത് വെച്ചിട്ട് ഇതുവരെ ഡ്രൈവ് ചെയ്തിട്ടില്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ആക്കുമോ, എങ്ങനെയാണ് ലൈസൻസ് എടുത്ത് പെട്ടെന്ന് തന്നെ ഡ്രൈവ് ചെയ്യാനോ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാനല്ല എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിച്ചിട്ട്. അന്നേരം ഞാൻ വിചാരിച്ച് ഇൻഷാല്ലാ ചെയ്യണം എന്ന് വിചാരിച്ചിന്. പക്ഷെ നാട്ടിൽ നിന്നും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ സ്റ്റോറി പറയാം. മെയിനായിട്ട് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ള 1-2 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഡ്രൈവിംഗ് അറിയണം. ഒരാളെന്തായാലും 18 വയസ്സ് കഴിഞ്ഞാൽ, സ്പെഷ്യലി ലേഡീസ് എന്ന് പറയാൻ കാര്യമില്ല, ലേഡീസ് ഓർ ഗേൾസ് അങ്ങനെ പറയാൻ കാര്യം, ലേഡീസെല്ലാന്ന് ലൈസൻസെല്ലാം എടുത്തു വെച്ചിട്ട് ഇതുവരെ വണ്ടി ഓടിക്കാണ്ട് എങ്ങനെ എൻ്റെ ബാഗിൽ പൂട്ടി വെക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടാ. അറിയണം. ഇപ്പോൾ കുറേ ആയിട്ട് എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആവാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ജോലിയെല്ലാം ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ ഒരു ജോലി പോലെ തന്നെയാണ് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ള, ഡ്രൈവിംഗ് അറിയുക അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യാന്നുള്ള. എന്താന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ആവശ്യമാണ്. നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ, വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡ്രൈവിംഗ് പഠിക്കണം. 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മളൊരു നെസസിറ്റിയാണത്. എന്താ പറയുക, നമ്മളൊരു ആവശ്യമാണ് അത് ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ള ഒരു ബേസിക് നെസസറിയാണത്. അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ, ഓപ്പോസിറ്റ് നിന്ന് വണ്ടി വരൂലേ, ഓപ്പോസിറ്റ് നിന്ന് വണ്ടി വരുമ്പോൾ നമുക്ക് അപ്പടെ പേടിയും. നമ്മളെ നാട്ടിലെ റോഡിന് ഡിവൈഡറൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഓപ്പോസിറ്റ് നിന്ന് വണ്ടിയും വലിയ ലോറിയെല്ലാം വരുമ്പോൾ നമുക്ക് അപ്പടെ പേടിയാവും കേട്ടോ. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു വാശി ചെയ്യുന്നു, എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണമെന്നല്ല. ഞാൻ 18 വയസ്സ് കഴിഞ്ഞേരം തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയിനെ. പക്ഷെങ്കിൽ ഞാൻ ലൈസൻസ് എടുക്കുന്നപ്പാന്ന് പറഞ്ഞാൽ എൻ്റെ 25-ാമത്തെ വയസ്സിലാണ്. 25 ആയിട്ടുണ്ടാവും. 25 വയസ്സിൽ തന്നെ 2022 ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്. പക്ഷെങ്കിൽ ഞാൻ 18-ാമത്തെ വയസ്സായാലും തന്നെ പഠിക്കാൻ വേണ്ടി പോയിന്. പക്ഷെ ഇത്രയും ഇയർ ഗ്യാപ്പ് എങ്ങനെയാണ് വന്നതെന്നറിയാം. ഞാൻ കല്യാണം കഴിഞ്ഞ് 18 വയസ്സാകുന്നതിന് മുന്നേനും എൻ്റെ കല്യാണം. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 18 വയസ്സായാലും ഇക്കാക്ക് എന്നെ നിർബന്ധേനു, ഇക്കാക്കും എന്നെ ഇഷ്ടമുണ്ടേനു കേട്ടോ. എന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ള എനിക്കും നല്ല ഇഷ്ടമുണ്ടേനു. അങ്ങനെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേർന്ന് കുറച്ച് ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ലേണേഴ്സ് എഴുതി. ലേണേഴ്സ് പാസ്സായി. പിന്നെ നമുക്ക് ടെസ്റ്റിന് ഡ്രൈവിംഗ് മറ്റേ H വരക്കാനുള്ള ഡേറ്റ് വരുമല്ലോ, ആ ഡേറ്റ് വരുന്നതിന് മുന്നേ ഞാൻ ഗൾഫിലേക്ക് വന്നു. അതിന് ഡേറ്റിന് 2-3 ദിവസം എങ്ങാനുള്ളൂ. പക്ഷെ അതിന് മുന്നേ ടിക്കറ്റ് എടുത്ത്, ഞാൻ എല്ലാവരും ടിക്കറ്റ് എടുത്ത്. പക്ഷെങ്കിൽ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്ന എൻ്റെ ബ്രദർ വരുന്നുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഓറൊക്കെ തന്നെ ഫസ്റ്റ് വരുന്നില്ലേ, അപ്പോൾ ഒറ്റയ്ക്ക് വരുമ്പോൾ പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യമൊന്നും നോക്കിയിട്ടില്ല. ഞാൻ ഫസ്റ്റായിട്ട് ഗൾഫിലേക്ക് വരുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ, അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഒക്കെ തന്നെ വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്നും നോക്കാണ്ട് ഞാൻ അപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്ന്. ആ സമയത്തേന് വിസ ഓക്കെ ആയ. അങ്ങനെ അതവിടെ പോയി. അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ വന്ന് പിന്നെ തിരിച്ചു പോകുമ്പോഴത്തേക്ക് പ്രഗ്നൻ്റ് ആയി, അങ്ങനെ കുട്ടിയായി. പിന്നെ ഞാൻ അത് കെയർ ചെയ്തിട്ടില്ല, കാര്യം പിന്നെ അങ്ങനെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ക്രേസ് ഒന്നുമില്ല ഡ്രൈവിങ്ങിനോട്, ഭയങ്കര ഇഷ്ടം അങ്ങനെയില്ല. എൻ്റെ പേടി മാറ്റാനും ആവശ്യമായതുകൊണ്ട് മാത്രം ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചിന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ അങ്ങനെ പോയി. പിന്നെ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ പോകും, പിന്നീട് തന്നെ സെറ്റിലായല്ലോ. അങ്ങനെ കുറേ ഗ്യാപ്പ് വന്ന്. അതിൻ്റെ ഇടയ്ക്ക് എന്താണെന്നറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ 2022 പിന്നെയും ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. പക്ഷെ ലേണേഴ്സ് മുന്നേ എഴുതിയോണ്ട് പിന്നെയും ലേണേഴ്സ് എഴുതി Hന്റെ പ്രാക്ടീസിന് പോയി. 2-3 ക്ലാസ്സസ് ഞാൻ റോഡ് എടുത്തിട്ടുണ്ടായിന്, കാര്യം മുന്നേ പഠിച്ചതല്ലേ. അതുകൊണ്ട് 2-3 ക്ലാസ്സസിന് മാത്രം പോയിന്. പിന്നെ അങ്ങനെ ഫസ്റ്റ് ട്രയൽ തന്നെ ലൈസൻസ് കിട്ടി.
പക്ഷേങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ നാട്ടിൽ വരും പോലും ചെയ്യുമല്ലോ. അങ്ങനെ നാട്ടിൽ വരുന്ന സമയത്ത് ഇക്ക എൻ്റെ കയ്യിൽ വണ്ടി തരും. നീ പഠിച്ചല്ലേ, ലൈസൻസ് ഇല്ല കേട്ടാ, അപ്പോൾ ഇടയ്ക്ക് എന്നാലും വണ്ടി തന്നിട്ട് പറയും നീ പഠിച്ചല്ലേ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് വണ്ടി തരും. പക്ഷേങ്കിൽ എനിക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇക്ക ഇപ്പുറത്തിരിക്കുമ്പോൾ ഇല്ലേ, ഞാൻ നോർമലായിട്ട് വണ്ടി എടുക്കുന്നുണ്ടെങ്കിലും ഇക്ക ഡ്രൈവിങ് അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇക്ക അറിയും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ മൂവ് ആവാൻ തുടങ്ങുമ്പോൾ തന്നെ പറയും പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്യും, സെക്കൻഡ് ലീഡ് തേർഡ് ലീഡ് എന്നെല്ലാം പറയും. അന്നേരം എനിക്ക് ഒരു ടെൻഷൻ ആവട്ടാ, മീൻസ് ആ പഠിക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് പോകും, മുന്നിൽ ഫുള്ള് റോഡ് കാലി ഉണ്ടാവും ചില സമയത്ത്. ആ സമയത്ത് ഇക്ക പറയും ഇത്രയും റോഡ് കാലിയാക്കിയിട്ട് നീ എന്തിന് ഇത്രയും സ്ലോ ആയിട്ട് പോകുന്നത്, കുറച്ച് സ്പീഡിൽ പോകും. പക്ഷെ ഞങ്ങൾക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല. പക്ഷെ ഇക്ക ഞാൻ നല്ലോണം കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യാനായിരിക്കും ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ടാവുക. പക്ഷെങ്കിൽ അത് പറഞ്ഞു തരുമ്പോൾ ഞാൻ ആ പറഞ്ഞു തരുന്നതും കേൾക്കും, ഫുള്ള് ടെൻഷനാവും. അങ്ങനെ മൊത്തം എങ്ങനെയും ശരിയാവില്ല. അപ്പം ഞാൻ സൈഡാക്കിയിട്ട് പറയും ഇക്ക എന്നെ ഓടിച്ചു എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് മിക്കവാറും ഇക്ക സൈഡിൽ ഇരുന്നിട്ട് വണ്ടി ഓടിക്കുമ്പോൾ മിക്കവാറും ഉണ്ടാവില്ല. അപ്പം ഞാൻ ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങി മാറിക്കൊടുക്കും, മിക്കവാറും അങ്ങനെ ഉണ്ടാവല്. അങ്ങനെ പക്ഷെ എനിക്ക് കുറേ അങ്ങനെ എനിക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാ. അപ്പോൾ ഇതെല്ലാം ലൈസൻസ് കിട്ടുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് നാട്ടിലെല്ലാം പോകുമ്പം ഉള്ള സംഭവം വന്നിട്ടാ എനിക്ക് നല്ലോണം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിന്. അങ്ങനെ ലൈസൻസ് കിട്ടിയ അന്ന് തന്നെ ഞാൻ വിചാരിച്ച ഞാൻ നാളെ തന്നെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട് എവിടെയെങ്കിലും അടുത്ത എവിടെയെങ്കിലും പോകുമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ എൻ്റെ പുറക്കുന്ന് ഉപ്പാക്ക ഉമ്മാക്ക ഒന്നും അവർ രണ്ടാളൊന്നും ഒരു സപ്പോർട്ടൊന്നും ചെയ്യില്ല കേട്ടാ. എന്താ പറയുക, പേടിയാ, ഭയങ്കര പേടിയാ. നീ ഒറ്റക്ക് പോകണ്ട, ഉമ്മ പറയുന്ന കാര്യമാണ് ഉപ്പാനെ കൂട്ടിക്കോന്ന് പറയും. ഉപ്പ ഡ്രൈവ് ചെയ്യുന്നതാ, ഉപ്പാനെ കൂട്ടിക്കോന്ന് പറയും. അല്ലെങ്കിൽ ശംഷി അല്ലേ എൻ്റെ ഇക്ക ഉള്ള സമയത്ത് സൈഡിലിരുന്ന് ഓടിച്ചോന്ന് പറയും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ലേനു വേണ്ട. കാര്യം അങ്ങനെ ഓടിച്ചാൽ ഞാൻ എപ്പോഴും ആ ഒരു പേടി അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരണം, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഞങ്ങൾക്ക് ഉണ്ടാവുക. അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഒറ്റക്ക് തന്നെ പോകുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ പോകാൻ ലൈസൻസ് കിട്ടിയതിൻ്റെ നേരെ പിറ്റേന്ന് കുറേ ദൂരെയൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് വീടിൻ്റെ പുറത്തൊന്നും എടുത്ത് ഒറ്റയ്ക്ക് എനിക്ക് വണ്ടി എടുത്ത് വീടിൻ്റെ പുറത്ത് പോകണം, ഗേറ്റിൻ്റെ പുറത്ത് പോകണം, അത്രയും ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾക്കും ചെറിയൊരു ടെൻഷനായി. അപ്പോൾ ഇത്താത്താനെ ഞാൻ കൂട്ടി, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. കാര്യം ഇത്താത്താൻ്റെ ധൈര്യത്തിൽ കൂട്ടി, കാര്യം ഓൾക്ക് ലൈസൻസ് ഇല്ല, ഓൾക്ക് ഡ്രൈവിങ് അറിയില്ല. അതുകൊണ്ട് ഓളെ കൂട്ടി. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല നമ്മൾ ലൈസൻസ് എടുത്ത് ഓക്കെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും എന്ന് മനസ്സിലായാൽ ഡ്രൈവിങ് അറിയാത്ത ഒരാളെ സൈഡിൽ ഇരുത്തുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. എന്താന്ന് പറഞ്ഞാൽ അവരാകുമ്പോൾ നമ്മളെ പറഞ്ഞു തരൂല, നമ്മളെ ടെൻഷൻ ആക്കൂല. അങ്ങനെ എനിക്ക് അങ്ങനെയാ തോന്നിന് കേട്ടാ, എനിക്ക് കംഫർട്ട് അങ്ങനെയാണോ. ഫസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി നേരെ പിറ്റേന്ന് ഞാൻ എവിടെയോ പോയെന്നറിയാം, എൻ്റെ നാട്ടിലൊരു ജംഗ്ഷനിൽ തന്നെയാണ്. എൻ്റെ നാട് കൂരമുക്ക് എന്ന് പറഞ്ഞൊരു നാടാണ്, കൂരൻമുക്ക്, ഒരു ചെറിയ ജംഗ്ഷനാണ്. അപ്പോൾ ആടെയാണ് ഞാൻ പോയത്, വേറെ എവിടെയല്ല. ജസ്റ്റ് വണ്ടി എടുത്ത് ഗേറ്റിൻ്റെ പുറത്ത് ഒറ്റക്ക് പോയി, അത്രയും ഉണ്ടായിട്ടുള്ളൂ. പക്ഷെങ്കിൽ ആ പോകുന്ന സമയത്ത് ഇത്താത്താനെ കൂട്ടി ഇന്നും ഉണ്ടേനു, ആലും ഉണ്ടേനു, ഇത്താത്തൻ്റെ മോനുണ്ടേനു. എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം, പിച്ചും ഉണ്ടേനു. അങ്ങനെ ഈ 3 കുട്ടികളെയും ഇത്താത്താനെയും കൂട്ടിയിട്ട് ഞാൻ പോയത്. അപ്പം കൂരമുക്ക് എത്തി. എനിക്ക് മെയിൻ റോഡ്, പിന്നെ നമ്മളെ ഹൈവേ മെയിൻ റോഡാണ്. മെയിൻ റോഡിലേക്ക് ഇറക്കാൻ എനിക്ക് പേടി, ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട്. അപ്പം ഞാൻ മെയിൻ റോഡിൽ ഇറക്കാണ്ട് ഈ ചെറിയ കട്ട് റോഡല്ല, ടാർട്ട റോഡ് തന്നെയാണ്, പക്ഷെങ്കിൽ ചെറിയ റോഡാണ്, ഹൈവേ അല്ലാത്ത ആ റോഡിൽ നിന്ന് ഞാൻ ആ ജംഗ്ഷനിൽ തന്നെ വണ്ടി തിരിക്കാൻ നോക്കി. അപ്പം തിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാനെടുത്ത് പുറത്തു വരും, അവിടെ ഒരു കോഷൻ ബോർഡ് ഉണ്ടായിരുന്നു. ആ കോഷൻ ബോർഡിൽ തട്ടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ക്രാച്ച്. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവും. ഓക്കെ, തട്ടി നമ്മൾ നല്ലോണം സൂക്ഷിച്ച് നോക്കിയാലേ ആ സ്ക്രാച്ച് മനസ്സിലാവട്ടാ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും ഉപ്പാനോട് പറയണ്ട, ഉപ്പാൻ്റെ വണ്ടിയാണ് കേട്ടാ. പക്ഷെങ്കിൽ ഉപ്പ അങ്ങനെ വണ്ടി തട്ടിന്ന് വിചാരിച്ച് എന്നെ ഒന്നും പറയുകയൊന്നും ചെയ്യില്ല. പക്ഷെ എൻ്റെ മനസ്സിലൊരു ഈഗോ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാനെടുത്ത് പോയല്ലേ, അപ്പോൾ ഇവർക്കൊന്നും ഒറ്റക്കെടുത്ത് പോകുന്ന വലിയ താല്പര്യമില്ല. പോയിട്ട് ചെറുതായിട്ടാണെങ്കിൽ ഒന്ന് സ്ക്രാച്ചായി എന്ന് പറഞ്ഞാൽ അവരെന്തോ പോലെയല്ലേ, എനിക്ക് എന്തോ പോലെയല്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പറയണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയ പാടെ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച കാര്യം വീട്ടിലെത്തിയ പാടെ തന്നെ കുട്ടികൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ നമ്മളാടുന്ന് വളക്കുമ്പോൾ തട്ടിന്നല്ല ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഉപ്പൊന്നും പറയുന്നില്ല, എന്തായാലും ഒന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ പേടി കൊണ്ടാണ് ഒറ്റക്കെടുത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ടാ. പിന്നെ ഞങ്ങൾക്ക് സംഭവം മനസ്സിലായ എവിടെയെങ്കിലും തട്ടിയാൽ പറയറിയുന്ന കുട്ടികളോട് ആദ്യമേ പറയണമെന്ന്. അങ്ങനെ പിന്നെ ഞാൻ എവിടെയെങ്കിലും എടുത്ത് പോകുമ്പോൾ കുട്ടികളെയും കൂട്ടി പോകുന്നതാണെങ്കിൽ പറയും എവിടെ തട്ടിയാൽ ആരോടും പറഞ്ഞു കൊടുക്കരുതെന്ന് പറയും. കാര്യം നമ്മൾ ഫസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയാത്ത ഒരാൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമല്ലേ. എവിടെയെങ്കിലും ഇടയ്ക്ക് ഒരയും തട്ടെല്ലാം ചെയ്യും, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ പഠിച്ച് ചെയ്യുമ്പോൾ അത് സെറ്റ് ആയിക്കോളും. അപ്പോൾ അതേനു ഞാൻ ഫസ്റ്റ് ഒറ്റയ്ക്ക് വീടിൻ്റെ പുറത്ത് വണ്ടി കൊണ്ടുപോയ ഒരു എക്സ്പീരിയൻസ് കേട്ടാ. അപ്പോൾ ഒന്ന് വേഗം തിരിച്ച് വന്നു. പിന്നെ ഞാൻ
അടുത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1-2 കിലോമീറ്ററിൽ അങ്ങനെ പോകാൻ തുടങ്ങി. ഇത്താത്തൻ്റെ മോൻ്റെ സ്കൂളിൽ പോകാൻ തുടങ്ങി. പിന്നെ അങ്ങനെ അടുത്തടുത്ത് ATM പോവും. പൈസൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് വണ്ടി എടുത്ത് ATM പോയിട്ട് പൈസ എല്ലാം എടുത്തിട്ട് വരും കേട്ടോ. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഫസ്റ്റ് പഠിച്ച സമയത്ത് അങ്ങനെ പോകാൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചെങ്കിലും ഒന്ന് ലോങ് പോകണം എന്ന് തോന്നിയിട്ട് ഒരു ദിവസം വൈകുന്നേരം ഞാനത് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ വ്ളോഗിൽ ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. നമ്മളെ പഴശ്ശി ഡാമുണ്ട് എൻ്റെ വീടിൻ്റെ കുറച്ച് എത്ര കിലോമീറ്റർ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല, കുറച്ച് പോകാനുണ്ട്. അങ്ങനെ പഴശ്ശി ഡാമിൽ പോകാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ഞാൻ എവിടെയും ലോങ്ങൊന്നും ഞാൻ ഇതുവരെ വണ്ടി എടുത്ത് പോയിട്ടില്ല കേട്ടോ. ലോങ് എന്ന് പറഞ്ഞാൽ കുറേ കിലോമീറ്റേഴ്സും ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ പറഞ്ഞ് ഉപ്പാനെ കൂട്ടിക്കോ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഉപ്പാനെ കൂട്ടുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇക്ക നാട്ടിലില്ലേനു കേട്ടോ ആ സമയത്ത്. അപ്പോൾ ഉമ്മ പറഞ്ഞ് എന്നാൽ പിന്നെ മഗ്രിബ് ആകുന്നതിന് മുന്നേ, അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചത്. മഗ്രിബ് എന്ന് പറഞ്ഞാൽ സന്ധ്യ ലേറ്റ് പോകുന്നതിന് മുന്നേ തന്നെ തിരിച്ചു വരണം, വേഗം പോയിട്ട് വേഗം വാന്ന് പറഞ്ഞ്. ഉമ്മ പൂർണ്ണ സമ്മതമായിട്ടൊന്നും പറഞ്ഞില്ല, എന്നാലും ഞാൻ അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്താത്തനെയും കുട്ടികളുണ്ട്. അങ്ങനെ പഴശ്ശി ഡാമിൽ ചെറിയ പാർക്കെല്ലാം അങ്ങനെ ആടെ പോകാമെന്ന് വിചാരിച്ചത്. ഫസ്റ്റായിട്ട് ഞാൻ കുറച്ചെങ്കിലും ദൂരെ പോകുന്നത് അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ പഴശ്ശി ഡാമിൽ പോയി. ഓക്കെ, അവിടെ എത്തി. എനിക്ക് പാർക്ക് ചെയ്യാനെല്ലാം ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ കുറച്ച് സമയം കളിച്ച് എനിക്ക് ഇരുട്ടാകുന്നതിന് മുന്നേ തിരിച്ചു വരണമെന്നുണ്ട്. കാര്യം ഞാൻ രാത്രി അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ടില്ല. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്തില്ലേ ഭയങ്കര ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാത്തൊരു സംഭവമാണ് ഇത്. ഞാൻ ആ വ്ളോഗിൽ പറഞ്ഞിട്ടില്ല, കാര്യം ഞാൻ ആ വ്ളോഗ് ചെയ്തതിന് ഫസ്റ്റ് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി. അങ്ങനെ ഒരു ഇൻസ്പയർ ആയിക്കോട്ടെ എല്ലാവരും എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ആ വ്ളോഗ് ചെയ്തതിന്. പക്ഷെ ഞാൻ ആ വ്ളോഗിൽ ഇത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 5:30 മണിയെല്ലാം നമ്മൾ തിരിച്ച്, കാര്യം മഗ്‌രിബിന് മുന്നേ ലേറ്റ് ആകുന്നതിന് മുന്നേ വീട്ടിലെത്തണം എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് വലിയൊരു കയറ്റുണ്ട്. പഴശ്ശി ഡാം ടു എൻ്റെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു റൂട്ടിൽ വലിയൊരു കയറ്റുണ്ട്. വലിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതൊന്നുമല്ല, ചിലപ്പോൾ ഇപ്പം എനിക്കത് വലിയതായിട്ട് തോന്നൂലായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു കയറ്റത്തിൽ വെച്ചിട്ട് വണ്ടി ഞാൻ 3rd-ലോ 4th-ലോ ആണ് ഗിയറില്ല കേട്ടോ. അപ്പോൾ ഈ കയറ്റം വണ്ടി നല്ല സ്പീഡൊന്നുമില്ല, അത്യാവശ്യം മെല്ലെ തന്നെയാണ് വണ്ടി പോകുന്നത്. അപ്പം സ്ലോ ആയിട്ട് പോകുന്ന വണ്ടി കയറ്റത്തിലും അതേ സ്ലോ ആയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഗിയർ ഡൗൺ ആക്കിയിട്ടില്ലെങ്കിൽ ഓഫായി പോകും. അതെനിക്ക് ഇപ്പം അറിയാം, അന്നേരം അറിയില്ലേനു. അന്നേരം ഈ പറഞ്ഞ പോലെ ലൈസൻസ് കിട്ടി 2-3-4 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം എനിക്ക് അറിയൂല ഇത് ഡൗൺ ചെയ്യണം അല്ലെങ്കിൽ ഓഫായി പോകുന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. അങ്ങനെ കുന്നിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് വണ്ടി ഓഫായി. അപ്പോൾ വണ്ടി ഓഫായി. ഞാൻ പിന്നെയും എടുക്കാൻ വേണ്ടി അങ്ങനെ ഓഫായാലും തന്നെ ഞാൻ ആകെ നെർവസ് ആയിട്ടുണ്ടാവും. ആ സമയത്ത് നെർവസ് ആയിന്. പിന്നെ എടുക്കാൻ ട്രൈ ചെയ്തേരം വണ്ടി ബാക്കോട്ട് പോയി. പക്ഷെ നമ്മളെ പഠിപ്പിക്കൂട്ടാ ഹാഫ് ഗിയർ എങ്ങനെ എടുക്കണം, ഒരു കുന്നിൻ്റെ മേലെ വണ്ടി ഓഫായി പോയാൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എടുക്കാന്നുള്ളതെല്ലാം ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിപ്പിക്കും. പക്ഷെ ആ സമയത്ത് എനിക്ക് എന്തോ ഞാൻ പേടിച്ചിട്ടാണെന്ന് അറിയില്ല, വണ്ടി ബാക്കോട്ട് പോയി. ചിലപ്പോൾ നെക്സ്റ്റ് ട്രെയിലൊക്കെ ആവുമായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വണ്ടി ബാക്കോട്ട് പോയിട്ട് റോഡ് കഴിഞ്ഞിട്ട് റോഡ് സൈഡ് ഉണ്ടാവില്ലേ, റോഡ് സൈഡിലേക്ക് പോകുമ്പോൾ ഒരു കട്ടിങ് ഉണ്ടാവില്ലേ, ഒരു എഡ്ജ് ഉണ്ടാവില്ലേ. അപ്പോൾ റോഡിൽ നിന്ന് ഇറങ്ങി റോഡ് സൈഡിൽ ഇറങ്ങി, നല്ല എഡ്ജ് ചെയ്യുന്നു അത്. അപ്പം അങ്ങനെ റോഡ് സൈഡിൽ ഇറങ്ങിപ്പോയി വണ്ടി. അപ്പോൾ ഈ എഡ്ജ് എനിക്ക് എഡ്ജ് കഴിഞ്ഞിട്ട് വേണം റോഡിലേക്ക് കയറാൻ. പക്ഷെ ഞാൻ എത്ര പ്രാവശ്യം നോക്കിയിട്ടും എനിക്ക് ആവുന്നില്ല. കാര്യം നല്ല എഡ്ജ് ചെയ്യുന്നു, അത്യാവശ്യം നല്ല ഹൈറ്റുള്ള എഡ്ജ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത്. പക്ഷേങ്കിൽ വണ്ടി പിന്നെയും ബാക്കോട്ടേക്ക് പോകുന്നു. ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച്. കാര്യം എന്താന്ന് പറഞ്ഞാൽ ബാക്കിൽ കുട്ടികളുണ്ട്. ആ വണ്ടി നല്ലോണം കുറച്ചും കൂടി 2-3 പ്രാവശ്യം കൂടി ബാക്കോട്ട് പോയാൽ വണ്ടി മറിയും. കാര്യം അത് കഴിഞ്ഞിട്ട് ഒരു റബ്ബർ കാടാണ് കേട്ടോ ആടെ വണ്ടി വലിയ കൊക്കയൊന്നുമല്ല. പക്ഷെങ്കിൽ വണ്ടി ഇങ്ങനെ മറിഞ്ഞ് വീഴും, താഴെ പോവും, വണ്ടി താഴെ പോവും, നമ്മളെല്ലാം മറിഞ്ഞു വീഴും. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഞാൻ എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ആ വണ്ടി മേലോട്ടേക്ക് എടുക്കാൻ പറ്റുന്നില്ല. റോഡിൻ്റെ മേലെ ആണെങ്കിൽ എനിക്ക് പറ്റുന്നു, പക്ഷേ ഈ പറഞ്ഞ പോലെ സൈഡിലേക്ക് ഇറങ്ങിപ്പോയി വണ്ടി. പക്ഷെങ്കിൽ ഇപ്പം ആണെങ്കിൽ എനിക്കത് പറ്റൂട്ടാ. ആ സമയത്ത് അറിയാത്തതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ തന്നെ ഇരിക്കുക, എന്നിട്ട് ആരെങ്കിലും വന്നിട്ട് ഒരു വണ്ടി വരുമ്പോൾ ആളോട് ഹെൽപ്പ് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഒരു വണ്ടിക്ക് കൈ കാണിച്ചിട്ട് പക്ഷെങ്കിൽ ആൾ നിർത്താണ്ട് അങ്ങ് പോയി. ഞാൻ വിചാരിച്ച് ഓക്കെ ആൾ മൈൻഡാക്കാണ്ട് നിർത്താണ്ട് പോയതായിരിക്കുന്നു. പക്ഷെ ആൾ എന്തുകൊണ്ടാണ് നിർത്താണ്ട് പോയെന്ന് പറഞ്ഞാൽ ആളും കുന്നിൻ്റെ മേലെ വണ്ടി വെക്കേണ്ടെന്ന് വിചാരിച്ച് മേലെ വെക്കാൻ വേണ്ടി പോയതേനു. അങ്ങനെ ഞാൻ വിചാരിച്ചു അയാൾ പോയി എന്ന് വിചാരിച്ചിട്ട് 2ാമത്തെ വണ്ടിക്ക് കൈ കാണിച്ചു. അങ്ങനെ 2ാമത്തെ വണ്ടിക്ക് കൈ കാണിച്ച് ആൾ വന്നിട്ട് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു വണ്ടി ന്യൂട്രലേനും ഉള്ള, പക്ഷെ ന്യൂട്രലാക്കരു ഫസ്റ്റ് ഗിയർ ആക്കി വെക്കണം എന്നൊന്നും എനിക്ക് അന്നേരം അറിയില്ല.
അപ്പോൾ ആൾ പറഞ്ഞ് ഫസ്റ്റ് ഗിയറിലാക്കി ഇറങ്ങിക്കോന്ന് പറഞ്ഞ്. കാര്യം ഞങ്ങൾക്ക് ഇറങ്ങുമ്പോൾ വണ്ടി ബാക്കോട്ടേക്ക് പോകുന്നു, പക്ഷെ ന്യൂട്രൽ ആയതുകൊണ്ടാണ് ഈ പ്രശ്നമൊന്നും നമുക്ക് അറിയില്ല ആ സമയത്ത്. അങ്ങനെ ആള് ഭയങ്കര റേസ് കൊടുത്തിട്ട് ആ എഡ്ജിൻ്റെ മേലെ നിന്ന് കയറി റോഡ് മേലെ എനിക്ക് വണ്ടി വെച്ച് തന്നു. അന്നേരം എനിക്ക് മനസ്സിലായി ഈ സമയത്ത് ഗിയർ ആൻഡ് ബ്രേക്ക് മാത്രം പോരാ, ക്ലച്ച് ആൻഡ് ബ്രേക്ക് മാത്രം പോരാ, നല്ലോണം ആക്സിലേറ്റർ കൊടുത്ത് റൈസ് ചെയ്തിട്ട് എടുക്കണം എന്നല്ല ആ സമയത്തൊക്കെ മനസ്സിലായി. അപ്പോൾ ഞാൻ മുന്നേ കൈ കാണിച്ച ആളും രണ്ടാമത്തെ ആളും എല്ലാം വന്നിനേനു കേട്ടോ. ആള് മേലെ കുന്നിൻ്റെ മേലെ വണ്ടിയെല്ലാം വെച്ച് ഇറങ്ങി വന്നിനേനു. ഞാൻ വിചാരിച്ച അയാൾ പോയിന്ന് വിചാരിച്ചിട്ടേനു രണ്ടാമത്തെ ആക്കും കൈ കാണിച്ചിന്. അപ്പം അങ്ങനെ അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ബാക്കോട്ടേക്ക് പോകുന്തോറും നമുക്ക് ഈ വണ്ടി മറിഞ്ഞു പോവോ, ലാസ്റ്റോട്ട് എത്താനായി. കാര്യം കുട്ടികളുണ്ട്, അതിന് വലിയ ടെൻഷന്. കാര്യം വണ്ടി എങ്ങാനും മറിഞ്ഞ് കുട്ടിക്ക് എന്തെങ്കിലും ആയാലെല്ലാം ഭയങ്കര ടെൻഷനായി പോലെ. അങ്ങനെ അതേനു എനിക്ക് മറക്കാൻ പറ്റാത്തൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് കേട്ടാ. അൽഹംദുലില്ലാ പിന്നെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാര്യം നമുക്ക് ഒന്നും അറിയാത്ത സമയത്ത് ഞാൻ ഒറ്റക്കെടുത്ത് പോയോണ്ടുള്ള പ്രശ്നമായിരുന്നു അത്. പക്ഷെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേത്തെ ദിവസം തന്നെ ഒരു മാളിൽ പോയിട്ട് ഈ സെയിം മാളിൽ അണ്ടർഗ്രൗണ്ടിൽ ഞാൻ പാർക്ക് ചെയ്തതേനു. അത് കഴിഞ്ഞിട്ട് മേലേക്ക് വരുമ്പോൾ എനിക്ക് ഈ സെയിം പ്രശ്നം ഉണ്ടായി, ഓഫായി പോയി വണ്ടി. പക്ഷെങ്കിൽ ആ സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റി. കാര്യം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ലാണ്ട് വണ്ടി എടുക്കാൻ പറ്റി. കാര്യം ഞാൻ പഠിച്ചു. ഞാനിതൊന്നും ചെയ്യാണ്ട് എടുത്ത് പോകാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ എനിക്കിത് എങ്ങനെ ചെയ്യണമെന്നും അറിയില്ല, എനിക്കിത് പഠിക്കാനും പറ്റൂല, ഞാൻ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് പോവില്ല. അപ്പോൾ അത് ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും അതെനിക്ക് ബെനിഫിറ്റ് തന്നെയായിരുന്നു ഉണ്ടായിന്. കാര്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത് ചെയ്യണമെന്നറിയാം. എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പറയൂലേ, എന്തിനും പറയാം, അനുഭവം ഗുരു എന്ന് പറയൂലേ, അത് തന്നെയാണ് സംഭവം കേട്ടോ. അപ്പം അതൊന്നും ഒരു ബാഡ് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണെന്നുണ്ടെങ്കിലും അതത്ര വലിയ ബാഡായിട്ട് എനിക്ക് എഫക്റ്റ് ചെയ്തിട്ടില്ല, എനിക്ക് നല്ലതായിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ മട്ടന്നൂർ പോവും, ഇരിട്ടിയിൽ പോവും. പക്ഷെങ്കിൽ ഇങ്ങനെ അടുത്തടുത്ത ടൗണിലെല്ലാം പോകുമ്പോൾ ഇല്ലേ, എൻ്റെ ഇത്താത്ത മാത്രമേ എൻ്റെ ഒക്കെ വരൂ. ഇക്കാന്നേരം നാട്ടിലില്ലേനു കേട്ടോ. ഇത്താത്ത മാത്രമേ വരൂ, ഉമ്മ വരൂല. ഉമ്മക്ക് ഭയങ്കര പേടി. ഉമ്മ പറയും കുട്ടികളെ കൂട്ടണ്ട, നീ ഒറ്റക്ക് പോടെന്ന് പറയും. ഉമ്മക്ക് ഭയങ്കര പേടിയായതുകൊണ്ട്, കാര്യം ഞാൻ എന്തായാലും പോവും, ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലും കുട്ടിക്ക് പറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് ഉമ്മ പറയും കുട്ടികളെ കൂട്ടാണ്ട് നീ പോയിക്കോ, ഞാനും വരൂല എന്ന് പറയും. അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഞാൻ ആ ഡ്രൈവിംഗ് പഠിച്ച സമയത്ത്. പിന്നെ ഇല്ലേ, അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചു, നീ ഇങ്ങനെ വണ്ടി ഇടയ്ക്ക് സ്റ്റക്കായി പോയിനല്ലേ, എൻ്റെ ബ്രദറേനു എന്നെ ഹെൽപ്പ് ചെയ്തിനെന്നെല്ലാം പറഞ്ഞിട്ടാ. ഞാൻ വിചാരിച്ചു ആരും അറിഞ്ഞിട്ടില്ല എന്ന്. പക്ഷെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറേനു പോലും എനിക്ക് വണ്ടി എടുത്താൽ തന്നെ. ഐഷ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പെരിയത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയുക, സ്ഥലത്തിൻ്റെ പേരൊന്നും പറഞ്ഞ് തിരിയൂല. അപ്പോൾ എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു ഫ്രണ്ടിൻ്റെ ബ്രദറിന് പോലും എന്നെ ഹെൽപ്പാക്കിയ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോയി. എന്താ പറയുക, ഇക്കാൻ്റെ വീട്ടിലേക്ക് ഒരു 10-15 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അങ്ങനെയെല്ലാം പോകാൻ തുടങ്ങി. പിന്നെ അങ്കിനുള്ള പേടി മാറിക്കിട്ടി. ഒറ്റക്ക് വണ്ടി എടുത്ത് പോകുമ്പോൾ അങ്കിനുള്ള ആ ഒരു പേടിയില്ലേ, അതെനിക്ക് മാറിക്കിട്ടിട്ടാ. ഒരു 1-2 ആഴ്ച കൊണ്ട് ഞാൻ സെറ്റായി. കാര്യം ഫസ്റ്റ് ഡേ ഒറ്റക്കെടുത്ത് പോയോണ്ട് ഞാൻ സെറ്റായി. പക്ഷെങ്കിൽ ഉമ്മാക്കെല്ലാം എനിക്ക് പിന്നെ വേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം, എൻ്റെ പേടി മാറി. എൻ്റെ പുറക്ക് എന്നെ അംഗീകരിക്കണം. ഒരു ഡ്രൈവറായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ അന്നം കൂട്ടി പോകണം, എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടേനു കേട്ടോ. പക്ഷെങ്കിൽ ഉമ്മ എങ്ങനെയും സെറ്റാകുന്നില്ലേനു. ഉമ്മ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട് പോകുമ്പോൾ ഇക്ക നാട്ടിലുണ്ടെങ്കിൽ ഇക്കാനെ കോളാക്കിയിട്ട് പറയും ഓള് വിട്ടിട്ടുണ്ട്, ഓളവിടെ എത്തിയാൽ പറയണേന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടെല്ലാം നിൽക്കുവേനും. അത്രക്കും പേടിയേനു. കാര്യം ഞാൻ 2 കുട്ടികളെയും കൂട്ടി പോകുമ്പോൾ എല്ലാം ഭയങ്കര പേടിയേനു. അങ്ങനെ ആ പ്രാവശ്യം എന്നെ ആരും വലിയ അംഗീകരിച്ചിട്ടൊന്നും ഇല്ല. എന്താ പറയുക, എൻ്റെ ഒക്കെ ഉമ്മ വന്നിട്ടില്ല. അങ്ങനെ എനിക്ക് ഉമ്മയേനും അംഗീകരിക്കേണ്ട. കാര്യം ഉമ്മാക്കേനും ഭയങ്കര പേടി. അപ്പോൾ ഉമ്മാൻ്റെ പേടി മാറണമെങ്കിൽ ഞാൻ നല്ല രീതിക്ക് ഡ്രൈവ് ചെയ്താലല്ലേ ഉമ്മാൻ്റെ പേടി മാറും. അങ്ങനെ ആ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് ഗൾഫിലേക്ക് വന്ന്. പിന്നെ ഇപ്രാവശ്യം പോയല്ലോ, ഈ 1 മാസം മുന്നേ ഞാൻ പോയല്ലോ. അങ്ങനെ പോയാലും ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയപ്പോൾ എന്നറിയാം, ഞാനിങ്ങനെ എല്ലാവരുടെയും അടുത്ത് പോയി. പിന്നെ ഒരു ദിവസം ഉമ്മ എന്നോട് ചോദിച്ച്, നമുക്ക് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നമുക്ക് ഇന്നാളെ വീട്ടിൽ പോയാലോ, നമുക്ക് പോകാമെന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അന്നേരം ഞാൻ എന്നെ റിയലൈസ് ചെയ്ത, ഞാനൊരു ഡ്രൈവറായല്ലേ. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ പേടി മാറി, മറ്റും പേടിയുള്ള ആളാ. എൻ്റെ ഒക്കെ വരാനുള്ള ഉമ്മാൻ്റെ പേടി മാറി. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ അന്നേയും കൂട്ടിയിട്ട് നമുക്ക്
ടൗണിൽ പോവാം എന്നെല്ലാം പറഞ്ഞിട്ട് ടൗണിലെല്ലാം പോകുമ്പോൾ എന്നെയും കൂട്ടിയിട്ട് പോകാൻ തുടങ്ങിയിട്ടാണ്. പിന്നെ ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രൊമോഷൻ എല്ലാം വരുമ്പോൾ ഏതെങ്കിലും ഷോപ്പിലേക്കെല്ലാം പോകേണ്ടി വരുമ്പോൾ എനിക്ക് എന്നെ പേഴ്സണലി ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയെന്ന് പറഞ്ഞാൽ. എന്താന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ മിക്കവാറും വണ്ടിയുള്ള വീട്ടിൽ ഡ്രൈവേഴ്സ് ഉണ്ടാവും. ഒന്നുകിൽ ഉപ്പ അല്ലെങ്കിൽ ബ്രദേഴ്സ് എല്ലാം ഡ്രൈവിംഗ് അറിയുന്നവരായിരിക്കും. അപ്പോൾ അവരെ കാത്ത് നിന്നിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനെല്ലാം എവിടെയെങ്കിലും പോകണമെന്നുണ്ട് ഉപ്പാൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് വരുന്ന സമയം വരെ നോക്കിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നവരെ, അല്ലെങ്കിൽ ഉപ്പ ഇല്ലെങ്കിൽ എവിടെയും പോകില്ല. അങ്ങനെയല്ലേനും ഉണ്ടായിന്. പക്ഷെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം നമുക്ക് അതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് എവിടെയെങ്കിലും പോവാം, എന്താ പറയുക, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇട്ടാ. പിന്നെ എനിക്ക് ഈ ലൈസൻസ് എടുത്ത് വെച്ചിട്ട് 5ഉം 10ഉം 2 വർഷങ്ങളായിട്ട് ലൈസൻസ് എടുത്ത് വെച്ചിട്ട് ഇതുവരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ടില്ല എന്നുള്ളവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ലാത്തതാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എടുത്ത് പുറത്ത് പോകാനുള്ള കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഡ്രൈവിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ലൈസൻസ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് വണ്ടി എടുത്ത് ഒറ്റയ്ക്ക് പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ പോവാം. അല്ലെങ്കിൽ അത്ര പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് അറിയാത്ത ഒരാളെ ഇപ്പുറത്തിരുത്തുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കറങ്ങി വരിക. കുറേ വണ്ടികളുള്ള കുറേ റോഡിൽ നിറച്ച് ഭയങ്കര റഷായിട്ടുള്ള ഏരിയയിലല്ല, ആളൊഴിഞ്ഞ സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങി വരിക. മീൻസ് ടാർ ഇട്ട റോഡിൽ തന്നെ ഒന്ന് പോയിട്ട് കറങ്ങി വരിക. പിറ്റേന്ന് ദിവസം അങ്ങനെ തന്നെ ആക്കാം. ഓക്കെ ആണ്, സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റോഡിലേക്ക് ഇറങ്ങാം, അടുത്തടുത്തുള്ള സ്ഥലത്തെല്ലാം പോയി വരിക. അങ്ങനെ ആയാലേ സെറ്റാവും. ഒറ്റക്ക് വണ്ടി എടുത്ത് പോയാലേ സെറ്റാവും, 100% ഷുവറാണ്. പിന്നെ അങ്ങനെ പോകുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഭയങ്കര ഫാസ്റ്റ് എക്സ്പേർട്ട് ഡ്രൈവറെ പോലെ അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കാനൊന്നും എന്തായാലും പറ്റൂല. മെല്ലെ ഭയങ്കര സ്ലോ ആയിട്ട് ഓടിക്കാൻ പറ്റും. ഞാനെല്ലാം ആദ്യം 3rd ഗിയറിൻ്റെ അപ്പുറത്തേക്ക് കിട്ടൂല, ആകെ ഭയങ്കര പേടിയേനു. വണ്ടി ഒരു 30-40ൻ്റെ അപ്പുറത്തേക്കും ഞാൻ പോക്കില്ലേനു. പിന്നെ 2ാമത്തെ പ്രാവശ്യം നാട്ടിൽ പോയാൽ ഞാൻ സെറ്റായേ. അപ്പോൾ ഞാൻ ഈ ഒറ്റയ്ക്ക് പോകണമെന്ന് പറയാൻ കാര്യം, ഡ്രൈവിംഗ് അറിയുന്ന ആളിപ്പുറത്തിരുന്ന് നമ്മളോട് പറയും, പെട്ടെന്ന് നമ്മൾ വണ്ടി മൂവായി തുടങ്ങുമ്പോൾ തന്നെ പറയും 2nd 3rd അങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്യുന്നെല്ലാം പറയും. ചിലപ്പോൾ ഫസ്റ്റ് നമുക്ക് അങ്ങനെ പറ്റൂല, മെല്ലെ മെല്ലെ ഗിയർ ചേഞ്ച് എല്ലാം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ അതൊന്നും പ്രശ്നമില്ല, നമ്മളെ ഫോൾട്ട് എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ പിന്നെ വണ്ടി എടുത്ത് റോഡിൽ ഇറങ്ങുമ്പോഴുള്ള വേറൊരു പേടിയാണ്, ഓക്കെ ബാക്കിലുള്ള വണ്ടികൾ ഹോൺ അടിക്കും, അപ്പം നമ്മൾ കുറച്ച് ഫാസ്റ്റ്ലി പോകണം. അങ്ങനെയൊന്നുമില്ല. ലേണേഴ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ മറ്റേ എൽ സൈൻ ഇല്ലേ, എൽ സൈൻ വെച്ചിട്ട് നമുക്ക് പറ്റുന്ന പോലെ മെല്ലെ പോവുക. അതിപ്പോൾ 2nd ഗിയറിലാണെങ്കിലും 3rd ഗിയറിലാണെങ്കിലും ഒന്നും പ്രശ്നമില്ല. റോഡ് ആരെയും സ്വന്തമല്ല, റോഡ് നമുക്കും കൂടി ഉള്ളതല്ലേ. അപ്പോൾ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ബാക്കിൽ ഹോൺ അടിക്കുന്നവരെന്ത് വിചാരിക്കും, ഒന്നും നോക്കണ്ട. സൈഡ് കൊടുത്തിട്ട് പറ്റുന്ന പോലെ ഒതുങ്ങി സൈഡിലൂടെ ഡ്രൈവ് ചെയ്തിട്ട് പഠിക്കുക. നമുക്കും കൂടി ഉള്ളത് ആ റോഡ്. ഇപ്പം ഹോൺ അടിക്കുന്നവർ എന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും ടെൻഷൻ ആക്കേണ്ട കാര്യമില്ല. ഇതെന്നോട് എൻ്റെ ഒരു കസിൻ പറഞ്ഞു തന്നെ കേട്ടാ. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു കോൺഫിഡൻസ് കൂടുതൽ കിട്ടിയ. റോഡ് നമുക്കും കൂടിയുള്ള, ആരെയും ഈ വലിയ വലിയ വണ്ടികളെയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സൈഡ് ക്ലിയർ ആക്കിയിട്ട് ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ മെല്ലെ പോവാം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ പേടി ഈ തട്ടും മുട്ടെല്ലാം ചെയ്യുന്നുള്ളത്. നമ്മൾ ഡ്രൈവിങ് എന്തൊരു കാര്യം ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് മിസ്റ്റേക്സ് എല്ലാം ഉണ്ടാവും. പിന്നെ വണ്ടി ഭയങ്കര സ്പീഡിലൊന്നുമല്ല, നമ്മൾ കൺട്രോൾ ചെയ്ത് പോകാമെന്നെങ്കിൽ തട്ടിയാലും മുട്ടിയാലെല്ലാം ചെറിയ രീതിയിൽ സ്ക്രാച്ച് എല്ലാം ഉണ്ടാവും. എൻ്റെ അടുത്തുനിന്ന് 2-3 പ്രാവശ്യം ഇത് പറഞ്ഞ പോലെ സ്ക്രാച്ച് എല്ലാം ഉണ്ടായിന്. ഒന്നെങ്കിൽ ഈ മതിലിൻ്റെ സൈഡിൽ അങ്ങനെയെല്ലാം ചെറിയ സ്ക്രാച്ചസ് എല്ലാം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ പിന്നെ എന്താ പറയുക, അങ്ങനെ അതുകൊണ്ട് എവിടെയെങ്കിലും തട്ടും മുട്ടുന്നൊന്നും വിചാരിച്ചിട്ട് വണ്ടി എടുക്കാണ്ടിരിക്കണ്ട. എന്തായാലും പഠിക്കുന്ന സമയത്ത് അങ്ങനെയല്ലേ ഉണ്ടാവും കേട്ടോ. പിന്നെ എന്നോട് ചോദിക്കുന്ന ഇത്ര ഗിയർ ആണോ ഗിയർലെസ് ആണോ പഠിച്ചത്, ഏതാ നല്ലതെന്നെല്ലാം. രണ്ടായാലും ഇല്ലേ, പഠിച്ചു കഴിഞ്ഞാൽ ഒരേപോലെയാ. ഇപ്പം ഗിയർ ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും പഠിച്ചു കഴിഞ്ഞാൽ തോന്നൂല. പക്ഷെങ്കിൽ പഠിക്കുന്ന സമയത്ത് സ്പെഷ്യലി ലേഡീസിനെല്ലാം കൂടുതൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഗിയർലെസ് തന്നെയാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഗിയർലെസ് വണ്ടി ഓടിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഗിയർ തന്നെയാണ് ഓടിക്കല്. അപ്പോൾ അങ്ങനെ കാര്യം എൻ്റെ വീട്ടിലുള്ളത് ഇക്കാൻ്റെ ഇന്നോവ ആയാലും ഗിയർ തന്നെയാണ്, പിന്നെ ഉപ്പാൻ്റെ സ്വിഫ്റ്റ് ആയാലും ഗിയറാണ്. ഗിയർലെസ് വണ്ടി ഇല്ല, അതുകൊണ്ട് ഞാൻ ഓടിച്ചിട്ടുമില്ല. പിന്നെ ഗിയർ എനിക്ക് ഒരു വിഷമമായിട്ട് തോന്നിയിട്ടുമില്ല. പക്ഷെങ്കിൽ ഈ പറഞ്ഞ പോലെ തിരികെ സെറ്റ് ആവുന്നില്ല എന്നുള്ളവർക്ക് ഗിയർലെസ് തന്നെ നല്ല. അങ്ങനെയാണെങ്കിൽ ഈ ക്ലച്ചും ഗിയറും ശ്രദ്ധിക്കേണ്ട വലിയ ആവശ്യമില്ലല്ലോ. എല്ലാവരും പറയുന്ന പോലെ 2 കാലും 3 സംഭവം ഉണ്ടല്ലോ, ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ, അങ്ങനെ 3 സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാനെല്ലാം ആദ്യം ഡ്രൈവ് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ക്ലച്ച് അമർത്തി ഗിയർ മാറ്റുമ്പോൾ ഞാൻ ഗിയറിൽ നോക്കും, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നെല്ലാം നോക്കി. അന്നേരം കുറച്ച് പാടേനും. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി ചെയ്യും, അത് വലിയ പ്രശ്നമായിട്ടൊന്നുമില്ല.
അപ്പോൾ പഠിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, രണ്ടായാലും ഒരേപോലെ തന്നെ. ഞാനീ പറഞ്ഞ പോലെ ഈ ചെറിയ കുട്ടികളെല്ലാം ഇത് കാണുന്നുണ്ടെങ്കിൽ, വലിയ ബുദ്ധിയൊന്നും സെറ്റാവാത്ത ആൾ കാണുന്നുണ്ടെങ്കിൽ, ഡ്രൈവിംഗ് അറിയാണ്ടോ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാണ്ടോ ഒന്നും വണ്ടി ഒറ്റക്കെടുത്ത് പുറത്ത് പോകുന്നു വേണ്ട. കാര്യം ഭയങ്കര ഇപ്പോൾ റോഡിൽ എന്ന് പറഞ്ഞാൽ അത്രയും വണ്ടി ഉണ്ട്. കാര്യമായിട്ട് പ്രത്യേകിച്ച് നമ്മളെ റോഡിലെല്ലാം എങ്ങനെയാ ഏലൂട്ടാ വണ്ടി പോകുന്നതെന്നൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഇപ്പുറത്തെ സൈഡിലൂടെയെല്ലാം ഓവർടേക്ക് ചെയ്തിട്ടെല്ലാം പോകുന്നുണ്ടാവലുണ്ട്. കാര്യം അത്രക്കും ശ്രദ്ധിക്കണം. ഡ്രൈവ് ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നത് സിമ്പിളാണെന്ന് പറഞ്ഞാലുമില്ലേ, നമുക്ക് എല്ലാ ഭാഗത്തും കണ്ണ് വേണം ഡ്രൈവ് ചെയ്യുമ്പോൾ. ഭയങ്കര ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഫസ്റ്റ് തന്നെ ഭയങ്കര തിരക്കുള്ള റോഡിലേക്കൊന്നും എടുത്തിറങ്ങിയാൽ പറ്റൂല. ഞാനും അങ്ങനെ തന്നെ ഫസ്റ്റ് എല്ലാം എനിക്ക് ഭയങ്കര ടൗണിലെല്ലാം എത്തുമ്പില്ലേ, നമ്മളെ മട്ടന്നൂർ ടൗണിലെല്ലാം എത്തുമ്പില്ലേ, എനിക്ക് ഭയങ്കര പേടിയിരുന്നു. ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ മട്ടന്നൂർ ടൗൺ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ആ സമയത്ത് തലശ്ശേരി, കണ്ണൂർ, ഇരിട്ടി മൂന്നും കൂടി ഉള്ളൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ റൗണ്ട് അബൌട്ട് ഒന്നും ഇല്ല. ആ സ്ഥലത്ത് എനിക്ക് ഫസ്റ്റ് ടൈം പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാര്യം എല്ലാ ഭാഗത്തുനിന്നും വണ്ടി വരും. അപ്പോൾ എങ്ങനെ പോകണമെന്നൊന്നും നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലേനു. പക്ഷെ ഫസ്റ്റ് ഒരു പ്രാവശ്യം ഒറ്റക്കെടുത്ത് പോയി, സെക്കൻഡ് ടൈം ഓക്കെ അങ്ങനെയാണേനു. അപ്പോൾ ഇത്രയും ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് ലൈസൻസ് എടുത്ത് ഒരാഴ്ച കൊണ്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാര്യം ഒറ്റയ്ക്ക് എടുത്തിട്ട് ഞാൻ പുറത്തു പോയി എന്നുള്ളതിനു. അപ്പോൾ നിങ്ങളിനിയിപ്പോൾ ലൈസൻസ് എടുക്കാൻ പോകുന്ന ആളാണെങ്കിലും അങ്ങനെ ചെയ്യാം. ലൈസൻസ് എടുത്ത് പിന്നെ ഒന്നിനും വേണ്ടി കാത്തിക്കേണ്ട കാര്യമില്ല. പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് പോയിട്ടെങ്കിലും തിരിച്ചു വരാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടും. നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ ലൈസൻസ് അവിടെ പൂട്ടി വെച്ചെന്നുണ്ടായി നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ സെറ്റാവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളൊരാളെ സൈഡിലിരുത്തിയിട്ട് പഠിക്കുന്നതിനേക്കാളും എത്രയോ നമ്മൾ പെട്ടെന്ന് സെറ്റാവും നമ്മൾ ഒറ്റക്ക് എടുത്ത് പോയിട്ട് പഠിച്ചാൽ കേട്ടോ. അപ്പം അത്രയും എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ ഭയങ്കര വിഷമം തന്നെയാണ്. എന്താ പറയുക, ലൈസൻസ് ഉണ്ട് പക്ഷെങ്കിൽ ഒറ്റക്കെടുത്ത് പോകാൻ പറ്റുന്നില്ല, കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നുള്ള ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. കാര്യം ആഗ്രഹിച്ചിട്ടായിരിക്കുമല്ലോ ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എത്ര പേടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓടിക്കാൻ അറിയാം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കെടുത്തിട്ട് പുറത്ത് പോയി നോക്ക്, എന്തായാലും സെറ്റാവട്ടോ. അപ്പം ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്തായാലും എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് എന്താ പറയുക ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഡ്രൈവിംഗ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന സമയത്ത് ആ ഡ്രൈവിംഗ് സ്കൂളിലെ ടീച്ചർ ഉണ്ടാവുമല്ലോ ഇപ്പുറത്തെ സൈഡിൽ. അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റിൽ നിന്ന് ബസ് അല്ലെങ്കിൽ വലിയ ലോറി വരുമ്പോൾ ഞാൻ സ്റ്റെയറിംഗ് ഇളക്കും. പക്ഷെ ഇപ്പുറത്തെ ടീച്ചർ ഉണ്ടാവും, എനിക്ക് അത്രക്കും പേടിയായിരുന്നു ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി വരുന്ന കാണുമ്പോൾ. പ്രത്യേകിച്ച് ബസ്സെല്ലാം ഓവർടേക്ക് വരുന്ന കാണുമ്പോഴേ എൻ്റെ നെഞ്ചത്ത് നിന്ന് എന്തോ അങ്ങനെ കത്തുവരുന്നു, ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. അപ്പം ഇങ്ങനെ തന്നെ. അപ്പോൾ ഓക്കെ, ബൈ. ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം നമുക്ക് കാണാം. താങ്ക് യു, ബൈ.